ഈ മലപ്പുറം ജില്ല തൂത്തുവാരുമെന്നാണ് UDF പറയുന്നത്. പക്ഷെ അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം ലീഗ് നേതൃത്വത്തിനുണ്ടോ? സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ള ഒരു ജില്ലയാണ് മലപ്പുറം. 16 നിയമസഭാ മണ്ഡലങ്ങൾ മലബാറിൽ ഈ ഒരു ജില്ലയിലുണ്ട്. ഇതിൽ ഏറ്റവും കടുപ്പവും അതുപോലെ തന്നെ വാശിയേറിയതുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 7 മണ്ഡലങ്ങളിലാണ്. പൊന്നാനി, മങ്കട, വേങ്ങര, പെരിന്തൽമണ്ണ, തിരൂര്, താനൂര്, തവനൂര് മണ്ഡലങ്ങളാണിത്. നിലവിലെ താനൂര്, തവനൂര്, പൊന്നാനി മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഈ സീറ്റുകൾ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ മങ്കട, വേങ്ങര, പെരിന്തൽമണ്ണ, തിരൂർ എന്നീ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാന അജണ്ട. അതിനുവേണ്ടി അവര് ആവനാഴിയിലെ സകല ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുന്നുമുണ്ട്. ജനകീയരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയെന്നത് ശരിക്കും ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം വലിയ രൂപത്തിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതെന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. ഈ തിരൂരില് വേടൻ പങ്കെടുത്ത പരിപാടിയായാലും അല്ലെങ്കിൽ വേങ്ങരയിൽ സിത്താര കൃഷ്ണകുമാർ നയിച്ച സംഗീത നിശയായാലും അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ സംഘടിപ്പിച്ച ഒരു പൊളിറ്റിക്കൽ പരിപാടി ആയിട്ടാണ് മാറിയിരിക്കുന്നത്. 10,000ങ്ങളാണ് ഈ 2 പരിപാടികളിലും പങ്കെടുത്തത് എന്നത് ലീഗ് നേതൃത്വത്തെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാനം മൊത്തത്തിൽ വലിയ രൂപത്തിൽ ഇടതുപക്ഷ വിരുദ്ധ തരംഗം ഉണ്ടായില്ലെങ്കിൽ മലപ്പുറത്ത് എന്തായാലും തിരിച്ചടി ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് ഒരു അഭിപ്രായം ലീഗ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് എന്നാണ് ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നത്. ഇനി അതിന് ഉദാഹരണമായിട്ട് ചില കാര്യങ്ങൾ കൂടി പറയാം. ഈ മുസ്ലിം ലീഗിന്റെ കോട്ട കൊത്തളം എന്നൊക്കെ പറയുന്ന മണ്ഡലമാണ് വേങ്ങര. സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടി പ്രതിനിധീകരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്നത് പ്രവചനാതീതമായിട്ടുള്ള ഒരു മത്സരമാണ്. ഇടത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സബാഹ് കുണ്ടുപുഴക്കലിന്റെ ജനകീയത തന്നെയാണ് ഇവിടെ ലീഗ് നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി. അപ്പോൾ ഈ വേങ്ങരയിൽ ഒരു അട്ടിമറി നടക്കുമെന്നാണ് അഭിരാമി പറഞ്ഞു വരുന്നത്. അത് ശരിക്കും ഒരു കടന്ന വിലയിരുത്തലല്ലേ? യഥാർത്ഥ ബോധത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. ഇതൊരു പുതിയ കാലമാണ്, അല്ലാതെ ഒരു പഴയ കാലമൊന്നുമല്ല. പരമ്പരാഗത കോട്ടകളെല്ലാം അതുപോലെ തന്നെ തുടരണമെന്നില്ല. പല അത്ഭുതങ്ങളും മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം എന്ന് ആഗ്രഹം എന്തായാലും മറക്കരുത്. അത് ശരിയാണ്. ഈ TK ഹംസയും KT ജലീലും V അബ്ദുറഹ്മാനും എല്ലാം വിജയിച്ചത് ലീഗ് കോട്ടകൾ തകർത്ത് തന്നെയാണല്ലോ. പക്ഷെ അതുപോലുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടെന്നങ്ങനെ അഭിരാമിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ? ഈ അന്നത്തെ കാലത്ത് മലപ്പുറം പോലുള്ള ഒരു ജില്ലയിൽ പൊന്നാപുരം കോട്ടകൾ പൊളിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ കാലത്തിൽ അതിലും എളുപ്പത്തിൽ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30,596 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കുഞ്ഞാലിക്കുട്ടിയെ ലീഗ് നേതൃത്വം മലപ്പുറത്തേക്ക് മാറ്റിയത് തന്നെ ഈ സബാഹ് ഉയർത്താനിടയുള്ള ഒരു വെല്ലുവിളി ഭയന്നാണ് എന്നൊരു സംസാരം ലീഗുകാർക്കിടയിൽ പോലും ഉണ്ട്. പകരം KM ഷാജിയെയാണ് വേങ്ങരയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ലീഗിന് ഇറക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ശക്തനായിട്ടുള്ളൊരു ക്രൗഡ് പുള്ളറാണ് KM ഷാജി എന്നതിൽ എന്തായാലും ഒരു തർക്കവുമില്ല. എന്നാൽ വേങ്ങരയിലെ ജനങ്ങൾക്ക് സുപരിചിതനാണ് എന്നതും അതുപോലെ തന്നെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റും സജീവമാണ് എന്നതും ഈ സബാഹിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇതിലിനി ഏത് ഘടകമാണ് വോട്ടർമാരെ സ്വാധീനിക്കുക എന്നത് എന്തായാലും വേങ്ങരയിലെ ഒരു വിധിയെഴുത്തിൽ എന്തായാലും നിർണായകമാകും. ഇനി ഈ വേങ്ങര കൈവിട്ടാൽ അതിൽ പരം ഒരു തിരിച്ചടി എന്തായാലും ലീഗിന് കിട്ടാനുണ്ടാവില്ല. അപ്പോ ഈ മങ്കടയുടെ അവസ്ഥ എന്താണ്? അവിടെ ഒരു അട്ടിമറിക്കുള്ള വല്ല സാധ്യത അഭിരാമി കാണുന്നുണ്ടോ? ഈ മങ്കടയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് സ്ഥാനാർത്ഥിയാണ്. മുസ്ലിം ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള കുന്നത്ത് മുഹമ്മദ് ആണ് ഇവിടെ ഇടത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഈ സമസ്ത കേരള ജമയത്തുൽ ഉലമ EK വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരാണ് ഈ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സിറ്റിംഗ് MLA ആയിട്ടുള്ള മഞ്ഞളാംകുഴി അലി തന്നെയാണ് ഇത്തവണയും UDFന് വേണ്ടി വീണ്ടും മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 6,246 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അലി വിജയിച്ചിരിക്കുന്നത്. ഇത്തവണ ആ ഒരു വിജയം ആവർത്തിക്കേണ്ടതും ലീഗിനെ സംബന്ധിച്ചൊരു അഭിമാന പ്രശ്നം തന്നെയായിട്ടാണ് നിലവിൽ മാറിയിരിക്കുന്നത്. ഈ ലീഗിൽ നിന്ന് വിട്ടുപോയൊരു നേതാവ് വിജയിക്കുക എന്നത് ലീഗിനെ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് മങ്കടയിലും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ അടുത്തായിട്ട് പെരിന്തൽമണ്ണ നമുക്ക് എടുക്കാമെങ്കിലേ അവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ എന്താണ്? ഈ പെരിന്തൽമണ്ണ മണ്ഡലം എന്ന് പറയുന്നത് 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് കേവലം 38 വോട്ടുകൾക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ കഴിയുമെന്നാണ് ഇടത് നേതാക്കൾ കരുതുന്നത്. ഈ സിറ്റിംഗ് MLA ആയിട്ടുള്ള നജീബ് കാന്തപുരത്തെ നേരിടാൻ VP മുഹമ്മദ് ഹനീഫയാണ് ഇടതുപക്ഷം പെരിന്തൽമണ്ണയിൽ കളത്തിലിറക്കിയിരിക്കുന്നത്. CPMന് ശക്തമായിട്ടുള്ള സംഘടന അടിത്തറയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ ഒരു പെരിന്തൽമണ്ണ. ആനെന്ന് പിടിച്ചാൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു മണ്ഡലം തന്നെയാണ് ഇതെന്നും എന്തായാലും പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഇനി ഈ താനൂര്, തിരൂര് മണ്ഡലങ്ങളിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? മന്ത്രി അബ്ദുറഹ്മാന്റെ മണ്ഡലമാറ്റം ശരിക്കും ആർക്കാണ് ഗുണം ചെയ്യുക?
ഈ താനൂരിൽ നിന്നും തിരൂരിലേക്ക് മാറിയിട്ടുള്ള വി അബ്ദുറഹ്മാൻ ഇത്തവണ തിരൂര് പിടിച്ചിരിക്കുമെന്നൊരു വാശിയിലാണ് മുന്നോട്ട് പോകുന്നത്. 14 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് 2021 തിരൂരിൽ നിന്നും ലീഗ് സ്ഥാനാർത്ഥി നേടിയിരുന്നത്. ഈ ഒരു ഭൂരിപക്ഷം എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുമെന്നതാണ് അബ്ദുറഹ്മാന്റെയും ഇടതുപക്ഷത്തിന്റെയും കണക്കുകൂട്ടൽ. ഈ സിറ്റിംഗ് MLA ആയിട്ടുള്ള കുറുക്കോളി മൊയ്തീൻ തന്നെയാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വീണ്ടും മത്സരിക്കുന്നത്. ഇനി താനൂരിലെ കാര്യം പറയാം. ഇടത് സ്ഥാനാർത്ഥിയായിട്ട് മുഹമ്മദ് സമീറും അതുപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് PK നവാസും മത്സരിക്കുന്ന താനൂർ മണ്ഡലത്തിൽ നിന്നും 2021 തെരഞ്ഞെടുപ്പിൽ 985 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള അബ്ദുറഹ്മാന് വിജയിച്ചിരിക്കുന്നത്. ഈ ഒരു കണക്കുകളിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് താനൂരിൽ UDF സ്ഥാനാർത്ഥിയും എന്തായാലും മുന്നോട്ട് പോകുന്നത്. അവരും വലിയൊരു വിജയപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. എന്നാൽ സീറ്റ് നിലനിർത്താൻ മാത്രമല്ല ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കൂടിയാണ് ഇടതുപക്ഷം താനൂരിൽ എന്തായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരൻ എന്നൊരു പ്രതിച്ഛായ ഗുണം ചെയ്യുമെന്നതാണ് സമീറിന്റെയും ഒരു പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഈ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള തവനൂരിലെയും അതേപോലെ തന്നെ പൊന്നാനിയിലെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് കൂടി ഒന്ന് അഭിരാമി പറഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം അതുകൂടെ നമുക്കൊന്ന് അറിയണമല്ലോ. അതായത് ഈ ഒരു ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള തവനൂരിലും പൊന്നാനിയിലും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു മണ്ഡലങ്ങൾ നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ തവനൂരിൽ KT ജലീലിനെതിരെ DCC പ്രസിഡന്റ് VS ജോയ് ആണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. 2021 KT ജലീലിന് തവനൂരിൽ ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2564 അന്ന് ഭൂരിപക്ഷം കുറയാൻ കാരണം മന്ത്രിയായിരിക്കെ ജലീലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തന്നെയായിരുന്നു. അത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. എന്നാൽ ഈ ഒരു ആരോപണങ്ങളിൽ ഒന്നുപോലും തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ക്ലീൻ ഇമേജ് ആയിട്ടാണ് ഇത്തവണ KT ജലീൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഇടതുപക്ഷ കോട്ടയായിട്ടുള്ള പൊന്നാനിയിൽ അഡ്വക്കേറ്റ് MK സക്കീറിനെയാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. 17,043 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പൊന്നാനിയിൽ നിന്ന് നേടിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ UDF രംഗത്തിറക്കിയിരിക്കുന്നത് ചാനൽ മുഖം കൂടിയായിട്ടുള്ള KP നൌഷാദ് അലിയെയാണ്. ഈ CPM-ന് വലിയൊരു അടിത്തറയുള്ള മണ്ഡലമായതിനാൽ തന്നെ എന്തൊക്കെ അടിയൊഴുക്കുകൾ ഉണ്ടായാലും ഈ പൊന്നാനി ഇടതുപക്ഷത്തെ കൈവിടില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഈ മലപ്പുറത്ത് 16 നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യം മാത്രമാണ് നമ്മൾ ഇവിടെ എന്തായാലും ചർച്ച ചെയ്തിരിക്കുന്നത്. ഇനി മറ്റ് 9 മണ്ഡലങ്ങളിലും സ്വാഭാവികമായിട്ടും വലിയ വിജയപ്രതീക്ഷയിലാണ് UDF മുന്നോട്ട് പോകുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ നിന്നും 15 ലക്ഷം വോട്ടുകൾ UDF നേടിയപ്പോൾ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും 10 ലക്ഷം വോട്ടുകളാണ് ഇടതുപക്ഷം നേടിയിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ആ കണക്കുകൂടി എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. ഇത്തവണയും ലീഗിന്റെ ഉറച്ച കോട്ടകളെ പോലും വിറപ്പിക്കുന്ന തരത്തിലുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ എന്തായാലും ഇടതുപക്ഷത്തിന് ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി വോട്ടെണ്ണി കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് ചർച്ച ചെയ്യാം.